ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് ഡെക്കാത്ലോണിന്റെ 49th ആനിവേഴ്സറി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 49 ചാലഞ്ച് നമ്മൾ കുറച്ച് ദിവസമായിട്ട് റീൽസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ, അപ്പോൾ 49ൽ ഇപ്പോൾ നമ്മൾ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെക്കാത്ലോണിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് രേഷ്മ, അഞ്ജയുടെ അനിയൻ അനൈ, ഇവരെല്ലാവരും ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്നേക്കണെയാണ്. പിന്നെ എന്നുള്ള പോലെ ക്യാമറമാനായി സച്ചുവും നമ്മുടെ കൂടെ ഉണ്ട്. സോ അപ്പോ നമുക്ക് നേരിട്ട് പോകാം. ഓക്കെ, വാ. സോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി അകത്തേട്ട് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് 49 ആനിവേഴ്സറി ഭാഗമായിട്ട് വന്നേക്കണ എന്താണ് സാധനങ്ങള്. ഇത് നമ്മൾ കഴിഞ്ഞാണ് വന്നപ്പോ 699 ആയിരുന്നു. അതിന് ഇത്തവണ 499, 44% വിലക്കുറവുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മള് 49 ചലഞ്ചിലുണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ആദ്യമായിട്ട് ഗോദയിലേക്ക് ഇറങ്ങുന്നത് വേറെ ആരുമല്ല, അൽത്താഫാണ്. അൽത്താഫേ, ഇങ്ങോട്ട് വാ. ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണല്ലേ? അക്സെപ്റ്റ് ചെയ്യും, തീർച്ചയായും. അടിക്കൂലേ? അടിക്കും. പ്രൈസ് മേടിക്കൂലേ? മേടിച്ചിരിക്കും. വേറൊന്നും പറയാനില്ല. അഞ്ചയില്ലേ? പക്ഷെ കോൺഫിഡൻസ് അത്ര ഉറപ്പൊന്നും പറയല്ല. നമ്മൾ നമ്മുടെ ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. അൽത്താഫ് ഗോദയിലോട്ട് ഇറങ്ങാൻ പോവാണ്. പക്ഷെ ഫ്രണ്ടിൽ ഒരു 50 പേരൊന്നും ഉണ്ടെന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതുവരെ ഞാൻ ഡെക്കാത്ലോണിൽ വന്നിട്ട്, ഈ ഓഫറുള്ള ടൈം ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ഡെക്കാത്ലോണിൽ വന്നിട്ട് ഇതുവരെ ഇത്ര തിരക്ക് ഞാൻ കണ്ടില്ല. പുറത്താണെങ്കിലും അകത്താണെങ്കിലും നല്ല തിരക്കാണ്. തിരക്ക് നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു വിഷയമുണ്ട്. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശക്തമായ പുഷപ്പ് മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അൽത്താഫിന്ന് പുഷപ്പ് അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രൈസ്? ഈ 49 എന്ന് പറഞ്ഞ 49th ആനിവേഴ്സറിയോട് അനുബന്ധമായി നടക്കുന്ന ഈ ചലഞ്ചിൽ എന്താണ് പ്രൈസ് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം അൽത്താഫ് ഇത ഗോദയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പോട്ടറോ അൽത്താഫേ, പോട്ടെ പോട്ടെ പോട്ടറോ പോട്ടൽത്താഫേ കിട്ടൂടോ? ആ പോട്ടറോ, പേടിച്ചേ. എത്രണ്ണായി? 31 പോട്ടർ. പോയില്ല. കുഴപ്പമില്ലടാ, സെറ്റ്. സ്കിപ്പിങ്. ഇനി അടുത്ത ഞാൻ സ്കിപ്പ് ചെയ്യാൻ പോട്ടെ. കിച്ചൂട്ടനെ സെറ്റ് ആക്കണം. സോ അടുത്തായി നമുക്ക് രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്ന കിച്ചൂട്ടാ. അടിക്കൂലേ? അടിക്കണം. അടിച്ചേ പറ്റൂ. അഭിമാന പ്രശ്നമാണ്. അനിയൻ എന്ന നിലയ്ക്ക്, അല്ല ചേട്ടൻ എന്ന നിലയ്ക്ക് അനിയനോട് എന്താണ് പറയാനുള്ളത്? പ്രോട്ടീൻ ബാറിന്റെ അതിന്റെ പകുതി എനിക്ക് വേണം. അപ്പൊ നമുക്ക് നോക്കാം. ഇനി അടുത്ത കിച്ചൂട്ടിനാണ്. ഇപ്പൊ അവിടെ ശക്തമായ അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കിച്ചൂട്ടിനെ ഇറങ്ങാൻ നമുക്ക് കാണാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കിച്ചൂട്ടൻ. എത്രയാടാ പോട്ടറ കിച്ചൂട്ടാ? കളയല്ലേ. പോട്ടെ. ആ പോട്ടറ പോട്ടെ. കുറച്ചുകൂടെ. അടി. നോക്കട്ടെ. എടാ പോട്ടെ, കുറച്ചുകൂടെ ഉള്ളൂ. ടൈം ആടാ. 48 49 സെക്കൻഡ് ആയതിന്റെ ഒരു ഇതില് നമുക്ക് രണ്ടാമത്തെ തവണയും നമ്മുടെ പ്രൈസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കപ്പിനും ചൂണ്ടയുടെ ഇടയിൽ നമ്മുടെ കിച്ചൂട്ടിന്റെ പ്രൈസ് നഷ്ടമായി. കുഴപ്പമില്ല, ഇനി സ്കിപ്പിംഗ് കൂടെ ഉണ്ട്. സ്കിപ്പിംഗ് ഞാൻ ചെയ്യാം. അതായത് നമുക്ക് നോക്കാം. ഓക്കെ,
അടുത്ത് ഞാൻ വിളിക്കുന്നത് എന്നെ തന്നെ. നമുക്ക് നോക്കാം, കാരണം ഞാൻ പുഷപ്പ് അടിച്ചിട്ട് ഏകദേശം ഒരു മാസങ്ങളായി. എത്ര മാസങ്ങളായെന്നൊരു കണക്കില്ല. എന്നാൽ നമുക്ക് നോക്കാം, പുഷപ്പ് അടിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അമൽ പുഷപ്പ് അടിക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. സോ സോ ഗൈസ്, അങ്ങനെ നമ്മൾ 49 ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് ഗിഫ്റ്റ്. ഇവിടെ 49 എന്താ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗിഫ്റ്റ് ഇതാണ്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ ടൈപ്പ് ഗിഫ്റ്റാണ്. ഇപ്പോൾ പുഷപ്പ് അടിച്ചാനാണ് ഈ പ്രോട്ടീൻ ബാർ എന്തിൻ്റെ ഡെക്കാത്തലോണിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു പ്രോട്ടീൻ ബാർ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേറെ ടൈപ്പ് റിങ്, പെൺകുട്ടികൾക്കാണെങ്കിൽ സ്കിപ്പിങ്, അങ്ങനെ പലതിനും പലതാണ്. പക്ഷെ ഓരോന്നിനും ഗിഫ്റ്റ് വേറെ കേട്ടോ. പുഷപ്പിന് പ്രോട്ടീൻ ബാർ മാത്രം. പിന്നെ ജഗ്ലിംഗ് ഉണ്ട്. 49 സെക്കൻഡ് നിർത്താണ്ട് ജഗ്ല് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ 49 സെക്കൻഡിൽ 49 ജഗ്ല് ചെയ്യണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതാണ് അടുത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഓരോന്നിനും ഓരോന്നും ഗിഫ്റ്റ്. അപ്പോൾ പിന്നെയും ഉണ്ട് കോർ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ നമുക്ക് അലോ ചെയ്യത്തില്ല. അത് കാരണം നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ മാക്സിമം. പക്ഷെ എന്താ പറയുക, നമ്മൾ ആ ചെയ്യുന്ന സ്ഥലത്ത് നല്ല തിരക്കാണ് എല്ലാവരും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, എല്ലാവരും വരിക. വന്നു കഴിഞ്ഞാലും വെർത്താണ്. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വെർത്താണ്. പിന്നെ അതുപോലെ തന്നെ ഓഫേഴ്സ്, നല്ല രീതിക്ക് ഓഫേഴ്സ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ 44% കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ കണ്ടതിനേക്കാൾ വില കുറവുണ്ട്. അപ്പം ഞാൻ അന്നെടുത്ത വീഡിയോ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ അന്നൊരു കുട നോക്കിയായിരുന്നു. കുടയ്ക്ക് 699 ആയിരുന്നു റേറ്റ്. ഇന്ന് അതിന് 499 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന അടുത്ത ചലഞ്ചിലായിട്ട് നമുക്ക് പോവാം. കമോൺ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അൽത്താഫിന് കിട്ടാത്ത അൽത്താഫിന്റെ അനിയനെ വിളിച്ച് നമ്മൾ നേടിയെടുക്കാൻ പോവുകയാണ്. അൽത്താഫിനെ വിളിച്ചു, അല്ല അവളുടെ പേരെന്നാ, അൽഫാസിനെ വിളിച്ചു നോക്കാൻ പോകണം. അൽഫാസ് വന്നു കഴിഞ്ഞാൽ ഫോൺ എടുക്കണ്ടവൻ. അൽഫാസ് ഇപ്പോ സ്കൂൾ ബസ്സിലാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും. ഫോൺ പിടിക്കാനുള്ള അളിയൻ. സോ ഇത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു തീരുമാനമാവും. നമ്പറൊന്നും കാണിക്കില്ലേ? പേര് കാണിക്കാം. സോ ഗൈസ്, നമുക്ക് അടുത്ത ചലഞ്ചിലേക്ക് കിടക്കാം. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് സൈക്കിൾ. ഈ തവണ നമുക്ക് ഗോതയിലോട്ട് ഇറങ്ങാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാമായ ക്യാമറമാനായ നമ്മുടെ സച്ചു. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഒരു ട്രൈ ആണ്. ഓക്കെ, നമുക്കത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഏത് സൈക്കിളാണെന്ന് അറിയില്ല. പിന്നെ നമുക്കതൊരു ചെറിയൊരു സ്പേസ് ആണ്. പിന്നെ നമുക്കിതൊരു ആ ഒരു താഴെ എന്ന് പറയുമ്പോൾ ഒരു ടൈല് പോലെ ഗ്ലേസിങ് ഉണ്ട് സംഭവം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കെന്നാലും പറ്റുമെന്നാണ് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ സൈക്കിളിന്റെ ബ്രേക്കിങ്ങും പിന്നെ താഴത്തെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും നമ്മുടെ ആ ഒരു ചലഞ്ച് എത്രത്തോളം വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത്. സോ എക്സൈറ്റഡ് ആണ്, നമുക്ക് കണ്ടറിയാം. അടുത്തതായി മറ്റൊരു മത്സരാർത്ഥിയും കൂടി നമുക്ക് ഇവിടെ ചേരുന്നു, അൽത്താഫ്. അൽത്താഫിന് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? സമയത്ത് ചെയ്ത് നോക്കാന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ 2 മത്സരാർത്ഥികളാണ് ഇത്തവണ നമുക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. സോ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. പിന്നെ ഇവിടെ ഭയങ്കര കളക്ഷൻ കേട്ടോ അല്ലേ? ആ സൈഡിലോട്ട് നോക്കൂ, അല്ല അങ്ങോട്ട് നോക്കൂ. അവിടെ കണ്ടുവരുന്നത് അങ്ങോട്ട് നോക്കൂ. അൽത്താഫേ, ഉറങ്ങുവാണോ നീ?
ഇല്ല ഉറങ്ങണ ഫോട്ടോ എടുക്കില്ല. അപ്പോ ഏകദേശം അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പുഷപ്പ് ചലഞ്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, വി കീപ് വെയിറ്റിംഗ്. അപ്പോൾ ഇനി ഈ വീഡിയോ തുടങ്ങാല്ല, ചലഞ്ച് തുടങ്ങുമ്പോൾ കാണാം. ഓക്കെ. അൽത്താഫിനെ ചേട്ടൻ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അൽത്താഫ് സെറ്റായിട്ട് ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്നു. വെയിറ്റ് ചെയ്തിരിക്കണം അൽത്താഫ് എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. സൈഡിലാക്കി അവൻ വീഡിയോ നിൽക്കുമ്പോഴേ അവിടെ നിന്ന് കിട്ടാം. എല്ലാവരും ടെൻഷനില്ല, പയ്യെ ചെയ്തേ. ഓക്കെടാ, ഓക്കെ ഓക്കെ. സൗരജ് റെഡി അല്ലേ? അടുത്തതായി സച്ചു. കുഴപ്പമില്ല അൽത്താഫി, നമ്മളെപ്പോഴും സൈക്കിൾ ഓട്ടാറില്ലല്ലോ ഇപ്പൊ. സച്ചോ കൊള്ളാം. ആ ഓക്കെ ഡ്രാ, വെയിറ്റ് ചെയ്യേ. അഞ്ചേരി അവിടെ വീഡിയോ ഒക്കെ എടുക്കണേ. ആ കിച്ചോട്ടും അതൊക്കെ എത്ര ട്രൈ കിച്ചോ. അടുത്ത രംഗപ്രവേശനം ചെയ്യാൻ പോണത് കിച്ചു. സമയം എത്രയാ? 6:07. 6 മണി. അത് കിട്ടില്ലടാ. കിച്ചു കമോൺ. ഓക്കെ, സ്കിഡ് ആവുന്നുണ്ട് അവിടെ. അഞ്ചേയാണല്ലേ വാച്ചി. എന്താണ് അഞ്ചേ? നമ്മളിപ്പോ അല്ല നീ ചെയ്യണ്ട. അല്ല എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ലിപ്പറി അവിടെ ബേസ്. പിന്നെന്ന് പറയുമ്പോ അത് ടോപ്പിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വാവ്, അതിവിടെ സെറ്റ് ആക്കണ്ട ചേട്ടൻ. 5 ചെയ്യണം. 5 ഒന്ന് ചെയ്യേ. എടാ ചുമ്മാ ട്രൈ ചെയ്യേ. ഒന്ന് പിടിക്കുക. 5 പിടി. 5 എടാ. നാളെ വരുമോ? എടാ നാളെ അൽത്താഫ് വരുമെന്ന്. ചേച്ചി പ്രൈസായിട്ട് പുറത്തേക്ക് കൂടാൻ പറഞ്ഞു.
ടൈമിഡ് അടിച്ചു. ഏഴ്, എട്ട്, സ്റ്റോപ്പ് ചെയ്യലട്ടാ. പിടിച്ചടാ, കറക്റ്റ് പിടിച്ചോടാ. സ്റ്റോപ്പ് ചെയ്യലടാ, വെയിറ്റ് ചെയ്ത്. എത്ര റെസ്റ്റ് അടിച്ചാൽ മതി കളയല്ലേ. പോട്ടെ 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 നോക്കണം. അത് കുഴപ്പമില്ല, അടിക്ക് ഒരു വണ്ണങ്ങൾ ഇപ്പം അടിക്ക്. ആ ഇല്ല, പോട്ടെ പോട്ടെ നോക്ക് ഓരോന്നേരം അടിച്ചേ. സോ ഗൈസ്, കിച്ചൂട്ടൻ വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ നോക്കി, പക്ഷെ അതിനെക്കൊണ്ട് പറ്റാവുന്നതിനെ മാക്സിമം ചെയ്തു. വെൽ ഡൺ പോയി. എടാ ഒരു സാധനമില്ലടാ, അതൊന്നും എടുക്കാൻ നിൽക്കണ്ട അടഞ്ചേ, അതൊന്നും എടുക്കാൻ നിൽക്കണ്ട, സീനാവും. കാരണം നമുക്ക് വണ്ടിയില്ല. എല്ലാവരും രേഷ്മ എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണ്ടേ. കിച്ചൂടിനെ ഹാപ്പിയായി, കിച്ചൂടിന് ബാഗ് കിട്ടി. അതെനിക്ക് മനസ്സിലായാലും മേടിച്ചോ പ്രോട്ടീൻ ബാർ? കണ്ണടക്കി എന്താ സർപ്രൈസിന്റെ? കണ്ണടക്കി ഓ ഗോർജിയസ് ആയി. കണ്ണാടിയിൽ വെക്കണം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ചെറിയ വ്ളോഗ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വ്ളോഗിൽ